Hello friends, I am Mustafa from FITAC. Welcome to FITAC IT Club. FITAC IT ക്ലബിലേക്ക് സ്വാഗതം. കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ നമ്മൾ പറഞ്ഞത് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ചില ടേംസ് ആണ്. അക്കൗണ്ടൻസി എന്ന ശാസ്ത്രശാഖയിൽ പറയുന്ന റൂൾസിന് അനുസരിച്ചാണ് നാം അക്കൗണ്ടിങ്ങിൽ കണക്കുകൾ എഴുതുന്നത്. ബിസിനസ്സിൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി ഒന്നുകിൽ വാങ്ങൽ അല്ലെങ്കിൽ വിൽക്കൽ, അതുമല്ലെങ്കിൽ വിലയുള്ള എന്തെങ്കിലും കൈമാറ്റം ചെയ്യൽ, ഇവയെ ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ബിസിനസ് ട്രാൻസാക്ഷൻ രണ്ട് രീതിയിലുണ്ട്: ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും. അതായത് പണം ഉപയോഗിച്ചുള്ള കൈമാറ്റം, കടമായിട്ടുള്ള കൈമാറ്റം. ഉടനടി പണം കൊടുക്കുകയോ പണം സ്വീകരിക്കുകയോ ചെയ്യുന്ന കൈമാറ്റത്തെ ക്യാഷ് ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ ഒന്നാമത്തെ ഉദാഹരണത്തിൽ 10,000 രൂപയ്ക്ക് നാം ഗുഡ്സ് പർച്ചേസ് ചെയ്തു. രണ്ടാമത്തേതിൽ 20,000 രൂപയ്ക്ക് ഗുഡ്സ് വിൽപ്പന ചെയ്തു. നെക്സ്റ്റ് 2,000 രൂപ റെൻറ്റ് പേ ചെയ്തു. അഡ്വർടൈസിംഗ് എക്സ്പെൻസിനായി 1,000 രൂപ ചിലവ് ചെയ്തു. 600 രൂപ ഇൻട്രസ്റ്റ് നൽകി. കമ്മീഷനായിട്ട് 1,200 നൽകി. 4,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങി. 500 രൂപ ഇൻട്രസ്റ്റ് സ്വീകരിച്ചു. കൂലിയായിട്ട് 1,250 നൽകി. 7,000 രൂപയുടെ ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. ഇതെല്ലാം ക്യാഷ് ട്രാൻസാക്ഷനാണ്. ഈ ഉദാഹരണങ്ങളിലെല്ലാം ക്യാഷ് റിസീവ്ഡ്, ക്യാഷ് പെയ്ഡ് എന്ന വാക്കുകൾ കാണാം. ഇങ്ങനെ ക്യാഷ് റിസീവ്ഡ്, ക്യാഷ് പെയ്ഡ് എന്നീ വാക്കുകൾ ബിസിനസ് ട്രാൻസാക്ഷൻ്റെ കൂടെ വന്നാൽ അത് ക്യാഷ് ട്രാൻസാക്ഷനായി പരിഗണിക്കും. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ വാക്കുകൾ ഇല്ലെങ്കിലും അത് ക്യാഷ് ട്രാൻസാക്ഷനായി പരിഗണിക്കപ്പെടും. അടുത്തത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, അതായത് കടമായിട്ടുള്ള കൈമാറ്റം. പണം കൊടുക്കുന്നതോ വാങ്ങുന്നതോ ഭാവിയിലേക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ അവയെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത്. താഴെ ഉദാഹരണം കാണാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അരുൺ RS 10,000. അതായത് 10,000 രൂപയ്ക്ക് അരുണിൽ നിന്നും ഗുഡ്സ് പർച്ചേസ് ചെയ്തു. രണ്ടാമത്തെ ഉദാഹരണത്തിൽ ജോൺ എന്ന വ്യക്തിക്ക് 20,000 രൂപയുടെ ഗുഡ്സ് വിറ്റു. മൂന്നാമത്തെ ഉദാഹരണത്തിൽ മിസ്റ്റർ രാജ എന്ന വ്യക്തിക്ക് 4 ലക്ഷം രൂപയ്ക്ക് ബിൽഡിംഗ് സെയിൽ ചെയ്തു. ടാറ്റ കമ്പനിയിൽ നിന്നും 7,000 രൂപയുടെ ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. ബൈജു എന്ന കമ്പനിയിൽ നിന്നും 3,000 രൂപയുടെ സ്റ്റേഷനറി പർച്ചേസ് ചെയ്തു. ഈ ട്രാൻസാക്ഷനുകളിലെല്ലാം തന്നെ ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ പേര് കാണാവുന്നതാണ്. ഇങ്ങനെ വ്യക്തിയുടെയോ സ്ഥാപനങ്ങളുടെയോ പേര് ഉണ്ട് എങ്കിൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കും. അതായത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിട്ടായിരിക്കും പരിഗണിക്കുന്നത്. എന്നാൽ പേരിനോട് കൂടി ക്യാഷ് എന്ന വാക്ക് കൂടി ഉണ്ട് എങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷനായി തന്നെ പരിഗണിക്കും. ചുരുക്കി പറഞ്ഞാൽ, ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഒരു വ്യക്തിയുടെ പേരോ സ്ഥാപനത്തിൻ്റെ പേരോ ഉണ്ട് എങ്കിൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനായിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷനായിട്ട് പരിഗണിക്കും. ഇനി ഒരു ട്രാൻസാക്ഷനിൽ സ്ഥാപനത്തിൻ്റെയോ വ്യക്തിയുടെയോ പേര് ഉണ്ടെങ്കിലും ക്യാഷ് പെയ്ഡ്, ക്യാഷ് റിസീവ്ഡ് എന്നീ ടേമുകൾ കൂടി ഉണ്ടെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷനായി തന്നെ പരിഗണിക്കും. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ പരിഗണിച്ചാലും 2 ഘടകങ്ങൾ ഉണ്ടായിരിക്കും എന്ന് നേരത്തെ നാം പറഞ്ഞു. അതിൽ ഒന്ന് ബിസിനസ്സിന് ലഭിക്കുന്ന ഘടകവും മറ്റൊന്ന് ബിസിനസ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഘടകവും ആയിരിക്കും. ഈ 2 ഘടകങ്ങളും കണ്ടുപിടിച്ച് കണക്ക് പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഈ 2 ഘടകങ്ങളെയുമാണ് ഡെബിറ്റും ക്രെഡിറ്റും ആയി അക്കൗണ്ടിങ്ങിൽ ചിത്രീകരിക്കുന്നത്. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിൻ്റെ അടിസ്ഥാന തത്വം എന്നത് ഏതൊരു ഡെബിറ്റിനും തുല്യവും ആനുപാതികവുമായ ക്രെഡിറ്റ് ഉണ്ടാകും എന്നതാണ്. അതായത് സ്ഥാപനത്തിലേക്ക് ഒരു ഘടകം വരുമ്പോൾ അതിന് തുല്യമായി സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു ഘടകം പുറത്തേക്ക് പോകുന്നു. ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലാക്കുന്നതിന് മുമ്പ് ഏതൊരു ബിസിനസ് എടുത്താലും അതിലുള്ള 2 ഘടകങ്ങൾ കണ്ടുപിടിക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണമായി, രാജ സ്റ്റാർട്ട് ബിസിനസ് വിത്ത് 1 lakh rupees.
ഈ ട്രാൻസാക്ഷനിൽ ബിസിനസ്സിന് ലഭിക്കുന്നത് ക്യാഷാണ്. അതുപോലെ ബിസിനസ്സിന് ക്യാഷ് നൽകുന്നത് മിസ്റ്റർ രാജ ആണ്. മിസ്റ്റർ രാജ തൻ്റെ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി 1,00,000 രൂപ മുടക്കുന്നു. 1,00,000 രൂപ ക്യാഷായിട്ട് ബിസിനസ്സിന് ലഭിക്കുന്നു. ഇവിടെ 2 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത് മിസ്റ്റർ രാജ, 2 ക്യാഷ്. പക്ഷേ ബിസിനസ് ആരംഭിക്കുന്നത് കൊണ്ട് ഘടകത്തെ മിസ്റ്റർ രാജ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അതായത് മുടക്കുമുതലിനെ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഘടകം മിസ്റ്റർ രാജ ക്യാപിറ്റൽ, രണ്ടാമത്തെ ഘടകം ക്യാഷ്. അടുത്തൊരു ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് Rs 20,000. ഇവിടെ ബിസിനസ്സിന് ലഭിക്കുന്നത് ഫർണിച്ചറാണ്. ഫർണിച്ചറിന് പകരമായി കൊടുക്കുന്നത് 20,000 രൂപയാണ്. ഇപ്പോൾ ഇവിടെയുള്ള 2 ഘടകങ്ങൾ ഫർണിച്ചറും ക്യാഷുമാണ്. അതായത് ഫർണിച്ചർ ബിസിനസ്സിലേക്ക് വരുന്നു, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നു. ഇനി അടുത്ത ഉദാഹരണം നോക്കാം. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് Rs 10,000. അതായത് 10,000 രൂപക്ക് നാം ഗുഡ്സ് വിറ്റു. ഇപ്പോൾ കമ്പനിയിലേക്ക് വരുന്ന ഘടകം ക്യാഷാണ്, കമ്പനിയിൽ നിന്നും പോകുന്നത് ഗുഡ്സാണ്, അതായത് പ്രോഡക്റ്റാണ്. ഗുഡ്സ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ബിസിനസ്സിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ അതിനെ സെയിൽസ് എന്നാണ് പറയുന്നത്. ഇവിടെ ക്യാഷ് വരികയും രണ്ടാമതായി സെയിൽസ് പോവുകയും ചെയ്തു. അതായത് ഗുഡ്സ് പോകുന്നതിനെ സെയിൽസ് എന്നാണ് പറയുന്നത്. നാം ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സ്ഥാപനത്തിലേക്ക് വരുന്നത് ഗുഡ്സാണ്, സ്ഥാപനത്തിൽ നിന്നും പോകുന്നത് ക്യാഷാണ്. ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷനിലും ബിസിനസ്സിലേക്ക് ഒരു വസ്തു, ഒരു ഘടകം വരികയും ബിസിനസ്സിൽ നിന്നും ഒരു ഘടകം പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു. ഈ 2 ഘടകങ്ങളെയാണ് അക്കൗണ്ടിങ്ങിൽ നാം ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നത്. ഇങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുമ്പോൾ സ്ഥാപനത്തിലേക്ക് ഏതാണ് വരുന്നത്, സ്ഥാപനത്തിൽ നിന്ന് ഏതാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. രാജ എന്ന വ്യക്തിയിൽ നിന്നും ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയാണെങ്കിൽ ഇവിടെ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ക്യാഷും 2 രാജയും. ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷനിലും ഇതേപോലുള്ള 2 ഘടകങ്ങൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ബിസിനസ്സിലേക്ക് ഗുഡ്സാണ് വരുന്നത് എങ്കിൽ അതിനെ പർച്ചേസായി പരിഗണിക്കും. ബിസിനസ്സിൽ നിന്ന് ഗുഡ്സ് പോകുകയാണെങ്കിൽ അതിനെ സെയിൽ ആയി പരിഗണിക്കും. ഇങ്ങനെ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനിലും 2 ഘടകങ്ങളുണ്ട്. ഈ 2 ഘടകങ്ങളെയാണ് അക്കൗണ്ടിങ്ങിൽ നാം ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞു. ഇങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യണമെങ്കിൽ അക്കൗണ്ടിങ് റൂൾസ് അറിയേണ്ടതുണ്ട്. ഈ ചാപ്റ്ററിൽ നാം പ്രധാനമായും അക്കൗണ്ടിങ്, അക്കൗണ്ടൻസി, അക്കൗണ്ട് എന്നിവ പഠിച്ചു. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് പഠിച്ചു. ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് പഠിച്ചു. ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ പഠിച്ചു. അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ബേസിക് ടേംസുകളായ ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ, ഡ്രോയിങ്, സൺട്രി ഡെപ്റ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ, അസറ്റ്, ലാബിലിറ്റി, അക്കൗണ്ടിംഗ് പീരിയഡ്, റവന്യൂ, എക്സ്പെൻസ്, ഗുഡ്സ്, പർച്ചേസ്, സെയിൽസ്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺസ് എന്നിവയെല്ലാം പഠിച്ചു. ബിസിനസ് ട്രാൻസാക്ഷൻസ് 2 രീതിയിലുണ്ടെന്ന് പറഞ്ഞു. ക്യാഷ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇടപാടുകൾ നടക്കുമ്പോൾ തന്നെ ക്യാഷ് കൈമാറ്റം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നു. കടമായിട്ടാണ് ഇടപാടുകൾ എങ്കിൽ അതിനെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നും പറയുന്നു. ഡബിൾ എൻട്രി സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. ഒരു സ്ഥാപനത്തിൽ ഒരു ഇടപാട് നടത്തുമ്പോൾ സ്ഥാപനത്തിലേക്ക് ഒരു ഘടകം വരികയും മറ്റൊരു ഘടകം കമ്പനിയിൽ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.